ഇന്നത്തെ അതിഥികൾ സർക്കാരിൽ നിന്നാണല്ലോ. കമല, ചീഫ് ഗസ്റ്റിന് ചായ കൊടുക്കണം. യെസ് മാം. രണ്ടിടത്തെയും പരിശോധന കഴിഞ്ഞില്ലേ മിസ്റ്റർ ഇൻകം ടാക്സ് ഓഫീസർ? എന്നെ അറസ്റ്റ് ചെയ്യാനുള്ള കുഴപ്പങ്ങൾ വല്ലതും കണ്ടുപിടിച്ചോ? ഇതുവരെ ഇല്ല. ഇതുവരെ അല്ല, ഇനിയും ഉണ്ടാവില്ല കണ്ടുപിടിക്കാൻ. യു നോ വൈ? ജസ്റ്റ് ബിക്കോസ് നിങ്ങൾ പരിശോധിക്കുന്നത് അഖിലാണ്ടേശ്വരിയുടെ കണക്കുകളാ. അത് പിഴച്ചിട്ടില്ല ഇതുവരെ. പിഴയ്ക്കാൻ സമ്മതിക്കില്ല ഞാൻ. കാരണം നിങ്ങളെ ഇപ്പോ ഇവിടേക്ക് പറഞ്ഞു വിട്ട എന്റെ ചില ശത്രുക്കളുണ്ടല്ലോ, അവരെ പോലെ രാഷ്ട്രീയത്തിൽ ഇറങ്ങിയോ കള്ളു വിറ്റോ ഒരു രാത്രി കൊണ്ട് പണക്കാരിയായതല്ല തൃച്ചംബരത്തെ അഖിലാണ്ടേശ്വരി. വളഞ്ഞ വഴിയിലൂടെ ഒന്നും സമ്പാദിച്ചിട്ടില്ല ഇതുവരെ. അതുകൊണ്ട് തന്നെ നികുതി പണം കൃത്യമായി ഒടുക്കിയിട്ടുമുണ്ട്. ഈ തറവാട്ടിലെ ബന്ധുക്കളുടെയും ഇവിടുത്തെ ജോലിക്കാരുടെയും, എന്തിന് ഇവിടുത്തെ വളർത്തുനായ്ക്കൾക്ക് ബിസ്ക്കറ്റ് വാങ്ങുന്ന കണക്ക് വരെ കൃത്യമായിരിക്കും. എന്താ ചലഞ്ച് ചെയ്യാനുള്ള ചങ്കുറപ്പുണ്ടോ നിങ്ങൾക്ക്? ആക്ച്വലി മാഡം, ഇറ്റ്സ് അവർ ഡ്യൂട്ടി. യെസ്, യു ഡിഡ് യുവർ ഡ്യൂട്ടി. ഐ അണ്ടർസ്റ്റാൻഡ്. പക്ഷേ ആ കൃത്യനിർവഹണം അല്പം എടുത്തുചാട്ടമായി പോയെന്നേ ഞാൻ ഉദ്ദേശിച്ചുള്ളൂ. മാഡം, നല്ല ചൂടുണ്ടല്ലേ ചായക്ക്? എന്നാ പിന്നെ ഒരു ചൂടുള്ള വാർത്തയും കൂടി ആയാലോ? കമല, ആ TV ഒന്ന് ഓൺ ചെയ്യും. തമിഴ്നാട്ടിൽ രൂപം കൊണ്ട ന്യൂനമർദ്ദം കേരള തീരത്തേക്ക് വ്യാപിക്കാൻ സാധ്യതയുണ്ടെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചു. ഇപ്പോൾ കിട്ടിയ വാർത്ത, ഇൻകം ടാക്സ് കമ്മീഷണർ ചന്ദ്രശേഖര മേനോന്റെയും അസിസ്റ്റന്റ് കമ്മീഷണർ ഹരിനാരായണന്റെയും വീട്ടിൽ ഇൻകം ടാക്സ് റെയ്ഡ് നടന്നു. അവിടെ നിന്നും കണക്കിൽപ്പെടാത്ത സ്വത്ത് കണ്ടെത്തിയതായാണ് സൂചന. ഓഫീസർമാരായ നിസാം, ആശാലത എന്നിവരുടെ വീട്ടിലും വിജിലൻസ് പരിശോധന നടത്തുന്നുണ്ട്. പരിശോധന പൂർത്തിയാകുമ്പോൾ മാത്രമേ ഇവർക്കെതിരെയുള്ള നടപടികൾ വ്യക്തമാകൂ എന്ന് ഉന്നത വൃത്തങ്ങൾ സൂചിപ്പിക്കുന്നു. ഇറാഖിലെ മൊസൂളിൽ ഭീകരർ തട്ടിക്കൊണ്ടുപോയ വൈദികനെ ഉടൻ വിട്ടയക്കുമെന്ന് സൂചന. കമല, TV ഒന്ന് ഓഫ് ചെയ്യും. ചാനലുകൾക്ക് നടപടി എന്താണെന്ന് അറിയാൻ കഴിഞ്ഞിട്ടില്ലെങ്കിലും തൃച്ചംബരത്തെ അഖിലാണ്ടേശ്വരിയുടെ മെയിലിൽ അത് വന്നിട്ടുണ്ടാവും. കമല, go and get it. Okay, ma'am. കോപ്പികളുണ്ടല്ലോ? ഉണ്ട് മാം. അവരുടെ കയ്യിൽ തന്നെ കൊടുത്തേക്ക്. അന്വേഷണ വിധേയമായി സസ്പെൻഷൻ. എന്താ അങ്ങനെയല്ലേ? മഴ കാണുമ്പോ മറ്റു പക്ഷികളെല്ലാം കൂട്ടിലേക്ക് ചേക്കേറും. പക്ഷെ പരുന്തു പറക്കുന്നത് മഴമേഘങ്ങൾക്കും മുകളിലൂടെയാ. മഴയ്ക്കതിനെ ഒന്നും ചെയ്യാൻ കഴിയില്ല, ഒന്നും. എന്നാ പിന്നെ ഇനി ഇറങ്ങുമല്ലേ? പ്ലീസ്. പറ്റിപ്പൊക്കെ അങ്ങ് കൈ വെച്ചിരുന്ന ചേട്ടായി. ഈ കല്യാണി അങ്ങനെ അങ്ങ് മോശക്കാരി ആക്കണ്ടാട്ടാ. ഒരു ഓട്ടോ ഓടുന്ന ഓട്ടാക്കാരന് ഇത്ര അഹങ്കാരം പാടില്ല. എന്റെ അച്ഛൻ ആരാണെന്ന് അറിയോ? ജോലി എന്താണെന്ന് അറിയോ? ഒരു ഓട്ടോയായിട്ട് ഇറങ്ങിയിരിക്കുക.
നിന്റെ അച്ഛൻ ഏത് മജിസ്ട്രേറ്റിൽ എനിക്കെന്താ സമയം കളഞ്ഞ പൈസ എടുക്കണേ? അല്ലെങ്കിൽ ഞാനിപ്പോ ആളിനെ വിളിച്ചു കൂട്ടും. ഇവിടെ യൂണിയൻകാരൊക്കെ ഉള്ളതാ. എന്റെ ചേച്ചി പെണ്ണെന്ന് പറഞ്ഞല്ലോ. ചുമ്മാരിയടാ, ഇത് ഞാൻ കൈകാര്യം ചെയ്തോളാം. ഇയാള് തന്നെ ആളുകളെ പറ്റിച്ചിട്ട് ഇയാള് തന്നെ ആളുകളെ വിളിച്ചു കൂട്ടുമെങ്കിൽ നടക്കട്ടെ. കൊള്ളാം ഏതായാലും. അതെ, ഈ ഭീഷണിയൊന്നും കല്യാണിയോട് വേണ്ടാട്ടാ. ഇതാള് വേറെയാ, ചേട്ടന് തെറ്റി. ഞാൻ നേരത്തെ എന്താ പറഞ്ഞേ? യൂണിയൻകാര് പോലും വിളിക്കണോ മരെ, വിളിക്കണോ, വിളിക്കാനേ. എന്താ എന്താ ഇവിടെ ബഹളം? ആരാ മോളെ നീ? എവിടെ പോകാൻ വന്നതാ? വേറെ ഭ്രാന്താശുപത്രിയില് ലൂസ് കേസാണെന്ന്. ഭ്രാന്താശുപത്രിയിൽ പോകാനുള്ള എനിക്ക് ഇവിടെ കൊണ്ടുവരുന്ന എന്തിനാ? ഇത് സ്ഥലം വേറെയാ. ചേച്ചി എന്താ കളിയാക്കാണോ? ആശുപത്രി കൊണ്ടുവേണ്ടത് ഈ ഓട്ടോ ചേട്ടനെയാ. അരുവിക്കാടിന് ഇത്രയിടം വരാൻ 150 രൂപ വേണം പോലും. ഞാൻ എന്താ കൊച്ചി രാജാവിന്റെ മോളാണോ വാരിക്കോരി കൊടുക്കാൻ? അച്ഛൻ കാറും കൊണ്ട് വന്നാ മതിയായിരുന്നു. വിളിച്ചിട്ടാണെങ്കിൽ എടുക്കുന്നുമില്ലെന്നേ. കൊച്ചെന്റെ കുണം മാറ്റരുത്. നീ പൈസ എടുക്കുന്നുണ്ടോ? വന്നപ്പം തൊട്ട് തുടങ്ങിയതാ അച്ഛൻ, കാറ്, കോപ്പ്. നില്ല അധിക പ്രസംഗം വേണ്ട, സമാധാനപ്പെട്. മോളെ, നീ എവിടെ പോകാൻ വന്നതാ? നീ എവിടുന്നാ വരുന്നേ? ചേച്ചി പറ, നമ്മൾ ആരാണെന്നും നമ്മുടെ അച്ഛൻ ആരാണെന്നും പറഞ്ഞു കൊടുക്കട്ടാ. അവര് ഞെട്ടട്ടെ. അഖിലാണ്ടേശ്വരി അറിയാമോ? തൃച്ചംബരത്തെ അഖിലാണ്ടേശ്വരി അമ്മ. അയ്യോ, ഒന്ന് പയ്യെ പറ. അഖിലാണ്ടേശ്വരി മാഡത്തിന്റെ ആരും അല്ലാട്ടാ. പക്ഷെ അവർക്ക് എത്ര കാറുണ്ടെന്ന് അറിയാമോ? അതില് മൂത്ത മോൻ ഉപയോഗിക്കുന്ന കാറില്ലേ, ആ വലിയ കുഞ്ഞിന്റെ? ആ കാർ ഓടിക്കുന്ന ദാസിന്റെ മക്കളാട്ടാ ഞങ്ങള്. ഞാൻ കല്യാണി, ഇവനെന്റെ അനിയനാട്ടാ, അനിയൻകുട്ടൻ. ദാസേട്ടന്റെ മക്കളായിരുന്നോ? ഇതാദ്യമേ പറഞ്ഞുകൂടായിരുന്നോ നിങ്ങക്ക്? അതിന് അച്ഛനെ അറിയോ ചേച്ചിക്ക്? അറിയാവോന്നോ? 10-15 കൊല്ലമായിട്ട് ഞങ്ങൾ ഒരുമിച്ച് ജോലി ചെയ്യുന്നല്ലേ ദേ ഈ വീട്ടില്. ദാസേട്ടൻ പറഞ്ഞിരുന്നു മക്കള് വരുന്ന കാര്യം. വാ, അകത്തേക്ക് വാ. എന്റെ കാശൊന്നുമില്ല. താൻ കിടന്ന് ചാടണ്ട, ഇവിടെ നിക്ക്. ഞാൻ സെക്യൂരിറ്റിയുടെ കൈ കൊടുത്തുവിടാം. വാ വാ മോനെ. നീ എനിക്ക് എന്നൊരു അത്ഭുതമാണ് ഷെറിൻ. 8ാമത്തെ അത്ഭുതം. നിനക്ക് ഞാനും പണിതൊരു ബ്രാൻഡ് ന്യൂ ഹ്യൂജ് താജ്മഹൽ. മച്ചു വേണ്ട. ഇന്ത്യയിൽ 2 താജ്മഹൽ വളരെ ബുദ്ധിമുട്ടാണ്. പോടാ. ഫോൺ എടുക്ക്. ഹലോ, എത്തിയോ? ഞാൻ എന്താ വരുന്നു, 10 മിനിറ്റ്. ഓക്കെ അരവിന്ദ്, ഐ തിങ്ക് ഐ ഷൽ മേക്ക് എ മൂവ്. ഇറങ്ങട്ടെ, ഫ്രണ്ട്സ് ഒക്കെ വന്നു. ഓ നോ, നീ പോയ ഞാൻ എന്റെ താജ്മഹൽ ആർക്ക് പണിത് കൊടുക്കണ്ടേ? പ്ലീസ് ഷെറിൻ, ഡോണ്ട് ഗോ. എന്നെ തനിച്ചാക്കി നീ പോയ ഏതെങ്കിലും കടാപ്പുറത്ത് കൂടെ ഞാൻ പാടി പാടി. പോടാ. വൃത്തികെട്ടവള് എന്റെ 700 രൂപയാ പൊട്ടിച്ച. ആ മുതലാക്കിക്കൊള്ളാം. 5 ഐസ്ക്രീം പറ. ഐസ്ക്രീം മാത്രം പോരാ, കോഫി ഫുഡും വേണം ബ്രോ. നല്ല വിശപ്പുണ്ട്. ഞാൻ ഓർഡർ ചെയ്യാം. നല്ല സുഖാണോ? ചേട്ടാ 10 വീറ്റ് പൊറോട്ട, തന്തൂരി ചിക്കൻ, പിന്നെ ചിക്കൻ ടിക്ക, മട്ടൻ റോസ്റ്റ് 2. ഈ റെസ്റ്റോറന്റ് ഇതിന്റെ എത്രാമത്തെ വിളക്കലിനാളിയാ സാക്ഷ്യം വഹിക്കുന്നത്? കോടീശ്വരനല്ലേ, അതാ ഇവൻ വളച്ച പെമ്പിളര് വീഴുന്നത്. ഇവന്റെ ടൈം
ഡാ, സമ്പത്തും പ്രണയവും തമ്മിൽ യാതൊരു ബന്ധവുമില്ല മച്ചു. ഓഹോ പ്രണയം അതൊരു കലയാണ്. ഓരോ പെണ്ണിന്റെ മനസ്സിലും കയറിക്കൂടാൻ ഓരോരോ ടെക്നിക്കുകളുണ്ട്. ആ ടെക്നിക്ക് പെട്ടെന്ന് പറഞ്ഞു തരാൻ പറ്റത്തില്ല. ഓട്ടോമാറ്റിക്കലി നിങ്ങൾ അത് പഠിച്ചെടുക്കണം. ഫീസ് എന്നാ ഞാൻ പഠിപ്പിക്കാം. നിന്റെ ചേട്ടൻ കണ്ടു. നീ ഫോൺ വിളിച്ചപ്പോ കാര്യമെല്ലാം പറഞ്ഞില്ലേ? ചില സൂചന കൊടുത്തിട്ടുണ്ട്. നേരെ ഒന്നും പറയാൻ പറ്റിയിട്ടില്ല. ഞാൻ വിചാരിച്ചത് നിന്റെ ചേട്ടൻ പോലീസിനെയും കൊണ്ട് വരുമെന്നാണ്. പോലീസൊക്കെ വന്ന വീട്ടിലറിഞ്ഞാകെ കൊളാവില്ലേ? ചേട്ടൻ അറിയാം ഇതെങ്ങനെ ഡീൽ ചെയ്യണം. ദാസേട്ട ഇവിടെ നിന്നാ മതി, ഇത് ഞാൻ ഡീൽ ചെയ്തോളാം. ഇവിടെ എന്താ സംഭവം? എന്തിനാ ഇവനിവിടെ കൊണ്ടുവന്നിരിക്കുന്നത്? അത് ചോദിക്കാൻ നിങ്ങളാരാ? ഞാൻ ഇവന്റെ ചേട്ടനാ, ആനന്ദ് കൃഷ്ണൻ. ആ വന്നത് നന്നായി. ഇവനെന്റെ ഈ പെങ്ങളെ കല്യാണം കഴിക്കാമെന്ന് പറഞ്ഞ് പറ്റിച്ചു. ഇപ്പൊ ഇവൾ ഗർഭിണിയാ. അതുകൊണ്ട് ഇന്ന് അവരുടെ രജിസ്റ്റർ മാരേജ് നടത്താൻ തീരുമാനിച്ചു. ഇവിടെ എവിടെയെങ്കിലും ഒരു സൈഡിൽ ചെന്ന് അടങ്ങി ഒതുങ്ങി നിന്നാ കല്യാണം കൂടിയിട്ട് അങ്ങ് പോവാം. അയ്യോ ചേട്ടാ, അങ്ങനെ സംഭവമില്ല. ഇവര് വിശ്വസിക്കരുത്. ചതിയാ. ചതിയൊന്നുമല്ല, സത്യം. ഞാൻ പറഞ്ഞിട്ടാ എന്റെ വീട്ടുകാർ വന്ന് ഈ കല്യാണം നടത്തുന്നത്. അച്ഛനും അകത്തുണ്ട്. ഇത് നടന്നില്ലെങ്കിൽ ഞങ്ങള് വനിതാ കമ്മീഷനിൽ പോവും. സംഗതി ഇത്രയും സീരിയസ് ആണെന്ന് ഞാൻ അറിഞ്ഞിരുന്നില്ല. കേട്ടപ്പോ നിങ്ങളുടെ ഭാഗത്താണ് ശരി. രജിസ്ട്രേഷൻ നടക്കട്ടെ. വേണമെങ്കിൽ ഞാനൊരു സാക്ഷിയായിട്ട് ഒപ്പിടാം. അയ്യോ ചേട്ടാ, ഇവര് വെറുതെ പറയുന്ന. ചേട്ടയൊന്നും വിശ്വസിക്കരുത് പ്ലീസ്. ഷട്ട് അപ്പ്. മിണ്ടരുത് നീ. എനിക്കറിയാം എന്ത് ചെയ്യണോന്ന്. യു ക്യാരി ഓൺ. അകത്തെല്ലാം പറഞ്ഞു വെച്ചിട്ടില്ലേ? എല്ലാം റെഡിയാ. ഉടൻ നടത്താന്ന് അകത്തെ സാർ വന്ന് പറഞ്ഞിട്ടുണ്ട്. ഗുഡ്. എന്നാ കാര്യങ്ങൾ നടക്കട്ടെ. ഞാൻ ഇവിടെ തന്നെ ഉണ്ട്.
ദാസേട്ടാ വണ്ടി തിരിച്ചിട്ട്. മുഹമ്മദ് റിയാസ് ഓഫീസിലുണ്ടോ? ഡ്രൈവർ വണ്ടി എടുക്ക. അയ്യോ, അയ്യോ, കേറിപ്പോയി. ഏയ്, ആരാ ഈ ഭ്രാന്തി പെണ്ണിനെ അകത്തേക്ക് കയറ്റിവിട്ടത്? തനിക്കൊക്കെ ഇവിടെ എന്താ ജോലി? ഇവളെങ്ങനെ അകത്തേക്ക് വന്നു? ആരാ ഇവള്? പറ, ചോദിക്കുന്ന കേട്ടില്ലേ ആരാ ഇവളെന്ന്? പറയാൻ. ഏതാ ഇവള്? ക്ഷമിക്കണം മേഡം, ഇതെന്റെ മോളാ. ഇവള് ദാസേട്ടന്റെ മോളോ? അതെ. ഇത്ര മര്യാദയില്ലാതെയാണോ ഇവളെ വളർത്തിയത്? തൃച്ചംബരത്തെ അഖിലാണ്ടേശ്വരി ആരാണെന്നും ഇവിടുത്തെ ചിട്ടവട്ടങ്ങൾ എന്താണെന്നും പഠിപ്പിച്ചു കൊടുത്തിട്ട് വേണ്ടേ ഇവളെ അകത്തേക്ക് കയറ്റാൻ? ദാസേട്ടൻ അറിയില്ലേ ഈ കുടുംബത്തിന്റെ സ്റ്റാറ്റസ് എന്താണെന്ന്? മാഡം, ഇവള് പാവാ. ക്ഷമിക്കണം, ഒരു വിവരമില്ലാത്ത പൊട്ടി പെണ്ണ. ദാസേട്ടാ, പാവം പാവപ്പെട്ടവൾ തുടങ്ങിയ സിമ്പതിയൊന്നും ഈ തറവാട്ടിൽ ചെലവാവുന്ന മോഹമൊന്നും ആർക്കും വേണ്ട. അതൊന്നും ഇവിടെ നടക്കില്ല, മനസ്സിലായില്ലേ? ആരൊക്കെ ഏതു വഴിയൊക്കെ നടക്കണം, എങ്ങനെ പെരുമാറണമെന്നുള്ള നിബന്ധനയൊക്കെ ഇവിടെയുണ്ട്. എന്താ അങ്ങനെയല്ലേ? അല്ലേന്ന്? അതെ മാഡം, അതെ. ഈ വീട്ടിൽ ആരോട് എങ്ങനെയൊക്കെ പെരുമാറണം, എവിടെ വരെ പ്രവേശിക്കണം, ഏതു വേഷത്തിൽ നടക്കണം എന്നൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തിട്ട് വേണ്ടിയിരുന്നു ഇവളെ ഇവിടേക്ക് വിളിച്ചു വരുത്താൻ. അതാണ് നിങ്ങൾ ചെയ്ത തെറ്റ്. എന്റെ 7 അടി അകലത്ത് നിൽക്കേണ്ട പെണ്ണ് എന്റെ സാരിയിൽ പിടിക്കാനുള്ള ധൈര്യം കാട്ടിയെന്ന് വെച്ചാൽ ഈ തൃച്ചംബരത്തെ അഖിലാണ്ടേശ്വരി ആരാണെന്ന് ഇവൾക്കറിയില്ല എന്നർത്ഥം. മാത്രമല്ല, എന്റെ അനുവാദം ഇല്ലാതെ ഇവൾ എങ്ങനെയാണ് ഈ വീട്ടിൽ കയറിയതെന്നാണ് എനിക്ക് ആദ്യം അറിയേണ്ടത്. ആരനുവദിച്ചു ഇവളെ ഇവിടെ കയറി വരാൻ? പറ. ഐ എം സോറി.
ദാസേട്ടന്റെ മോള് നാട്ടിൽ നിന്ന് വരുന്നെന്ന് നേരത്തെ എന്നോട് പറഞ്ഞിരുന്നതാ. ഞാൻ അമ്മയോട് പറഞ്ഞ അനുവാദം വാങ്ങാതിരുന്നതാ. ഇറ്റ്സ് റിയലി മൈ മിസ്റ്റേക്ക്. വേറെ ആരും അതിന് ഉത്തരവാദിയല്ല. പ്ലീസ് അമ്മ ക്ഷമിക്കണം. ആനന്ദിന്റെ തണലിൽ എല്ലാവരും എല്ലായ്പ്പോഴും രക്ഷപ്പെട്ട് കളയാന്ന് വിചാരിക്കരുത്. എനിക്കിഷ്ടമില്ലാത്തത് ആനന്ദ് ചെയ്യില്ല, ചെയ്യാൻ ഞാൻ അനുവദിക്കുകയില്ല. ദാസേട്ടാ, നിങ്ങളുടെ മകളോട് അടങ്ങി ഒതുങ്ങി മര്യാദയ്ക്ക് നടക്കാൻ പറഞ്ഞോണം. ഇനി ഒരവശകുനം പോലെ ഇവളെന്റെ കൺമുന്നിൽ വരാൻ പാടില്ല. മനസ്സിലായോ? പൊയ്ക്കോ. എല്ലാവരും എത്തിയിട്ടും ദാസേട്ടനെ കണ്ടില്ലല്ലോ. ക്ഷമിക്കണം മാഡം, വലിയ കുഞ്ഞിനെ ഓഫീസിലേക്ക് വന്നപ്പോ വണ്ടി റെഡിയാണ്. എപ്പോഴും ഡ്യൂട്ടി എന്നുള്ള വിചാരമേ ഉള്ളൂ ദാസന്, അല്ലേ ദാസേ? ഗുഡ്. വർക്ക് ഈസ് വർഷിപ്പ് എന്നാണ് പ്രമാണം. അതാണ് വേണ്ടതും. ഞാനിപ്പോ എല്ലാവർക്കും ഓരോ ഗിഫ്റ്റ് കൊടുക്കുക. ദാസേട്ടനുണ്ട്, അതിനെ വിളിപ്പിച്ച്. ചേച്ചി, ആനന്ദ് ജോലിക്കാർക്കെല്ലാം 2 മാസത്തെ ശമ്പളം ബോണസായി കൊടുത്തു കഴിഞ്ഞില്ലേ? പിന്നെന്തിനാ ഇപ്പൊ ഇങ്ങനൊരു ഗിഫ്റ്റ്? ആ, പലതുള്ളി പെരുവെള്ളമെന്ന് ചേച്ചി ഓർക്കുന്നത് നല്ലതാ. നിർത്ത. ആനന്ദ് ബോണസ് കൊടുത്തത് എംപ്ലോയീസിന്റെ സന്തോഷത്തിനാ. ഞാനിപ്പോ ഗിഫ്റ്റ് കൊടുക്കുന്നത് ഈ വെഡിങ് ഡേ ആരും മറക്കാതിരിക്കാനും. വിലാസിനെ ആർക്ക് എന്ത് എപ്പ കൊടുക്കണമെന്ന് ഈ തൃച്ചംബരത്തെ അഖിലാണ്ടേശ്വരിക്ക് അറിയാം. ആവശ്യമില്ലാത്ത സ്ഥലത്ത് അഭിപ്രായം വേണ്ട. സഹദേവൻ, ലിസ്റ്റ് വായിക്കും. രാമചന്ദ്രൻ പിള്ള, ചീഫ് സെക്യൂരിറ്റി ഓഫീസർ. സഹദേവൻ, സഹദേവൻ ഒരു സ്പെഷ്യൽ ഗിഫ്റ്റാ. എനിക്ക് എന്തിനാ ഏട്ടത്തി ഈ ഗിഫ്റ്റ് ഒക്കെ? എന്റെ ഏട്ടനും ഏട്ടത്തി സന്തോഷത്തോടുകൂടി കഴിയുന്നത് കാണുന്നതാ എനിക്ക് ഈ ലോകത്ത് കിട്ടാവുന്ന ഏറ്റവും വലിയ സമ്മാനം. വിവരക്കേട് പറയാതെ അടങ്ങിയിരിക്കും മനുഷ്യ. ചേച്ചി ഒരു നല്ല ദിവസം സന്തോഷത്തിന് തരുന്നല്ലേ. അതുകൊണ്ട് വേണ്ടെന്ന് പറയാൻ പാടില്ല. നിങ്ങൾക്ക് വേണ്ടെങ്കിൽ എനിക്ക് വാങ്ങി തന്നേക്ക്. നിനക്ക് തരാനോ? എടി, ഒരു പക്ഷെ കിട്ടുന്നത് വല്ല ഷേവിംഗ് സെറ്റോ ഷൂസോ വല്ലോ ആണെങ്കിൽ നീ അതെങ്ങനെ ഉപയോഗിക്കും? നിങ്ങൾ വേണ്ടാത്തതേ പറയൂ. സന്തോഷത്തോടെ തരുന്നത് സന്തോഷത്തോടെ വാങ്ങണം. ഇനി ഒരാളുടെ പേരും കൂടെ ഉണ്ടല്ലോ. ദാസേട്ടൻ. കമല. ദാസേട്ടാ, എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. ഇത് സംശയിക്കേണ്ട ദാസേട്ടാ, പ്രമാണം തന്നെയാ. 25 വർഷത്തെ സാരഥിക്ക് വിശ്വസ്തതയ്ക്കുള്ള സമ്മാനം. ദാസേട്ടൻ താമസിക്കുന്ന ഔട്ട് ഹൗസ് ദാസേട്ടന്റെ പേരിലാക്കി എഴുതി തന്നതിന്റെ പ്രമാണം. മാഡത്തിന്റെയും സാറിന്റെയും ഈ വലിയ മനസ്സുണ്ടല്ലോ, അത് മറ്റൊന്നിനും പകരാവില്ല. 1 കോടി പുണ്യം കിട്ടും. വിലാസിനെ. ഓ, ദാ. ചേച്ചി, ഇതെനിക്ക് ഒട്ടും ചേരാത്ത നിറമായിപ്പോയി. മാത്രമല്ല
നല്ല ഒരു ചീപ്പ് ലുക്കും. വിലാസിനെ ഇത് ചീപ്പ് ലുക്കല്ല, ചീപ്പ് സാരിയാ. സോറി, എന്റെ കാശ് കുറവായതുകൊണ്ട് ഇതേ വാങ്ങാൻ പറ്റുള്ളൂ. കമല, ലെറ്റ്സ് ഗോ. ഇത് കൊടുത്താൽ ഞാൻ കുറച്ചുകൂടി ഡള്ളായി പോവും. ചേച്ചി എന്നെ പരിഹസിച്ച് കൊച്ചാക്കിയതാ. ഏട്ടത്തിയുടെ സ്ഥാനത്ത് ഞാനായിരുന്നെങ്കിലേ പരിഹസിക്കുകയല്ല, നിന്റെ കരണക്കുറ്റിക്കൊന്ന് പൊട്ടിച്ചന. എന്തായാലും നിനക്കിത് ഇഷ്ടപ്പെട്ടില്ലല്ലോ, നീ ഇതങ്ങ് നശിപ്പിച്ചു കളഞ്ഞു. നശിപ്പിക്കാൻ പോകുന്നത് ഈ സാരിയല്ല, അവരുടെ 25ാം വെഡിങ് ആനിവേഴ്സറിയാ.